തന്റെ വീട് നഷ്ടപ്പെട്ട് കരയുന്ന ആയിരക്കണക്കിന് മൃഗങ്ങളുടെ കരച്ചിലാണ് ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്ത് കഴിഞ്ഞ 2 ദിവസമായി മുഴങ്ങുന്നത്. അവരുടെ പ്രതിഷേധവും സങ്കടവുമാണ് നിങ്ങളീ കാണുന്നത്. 2 ദിവസം മുമ്പ് തെലങ്കാന ഗവൺമെന്റ് ഹൈദരാബാദിന്റെ ശ്വാസകോശമായ 400 ഏക്കർ കാടിനെ വെട്ടി നശിപ്പിക്കുകയുണ്ടായി. കാട് നശിപ്പിക്കുമ്പോഴുള്ള മൃഗങ്ങളുടെ കരച്ചിലും അവരുടെ പ്രതിഷേധവും പലരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും അത് വൈറലാവുകയും ചെയ്തിരുന്നു. ഈ വലിയ തോതിലുള്ള വനനശീകരണം ആയിരക്കണക്കിന് മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെയും പ്രകൃതിയെയും പൂർണ്ണമായും നശിപ്പിക്കുകയാണ്. ഗവൺമെന്റിന്റെ ഇത്തരം നടപടിയിൽ പ്രതിഷേധിച്ച് വലിയ പ്രതിഷേധങ്ങൾ തെലങ്കാനയിൽ നടക്കുകയും സുപ്രീം കോടതി ഏപ്രിൽ 17 വരെ ഗവൺമെന്റിന്റെ ഈ നടപടിയെ സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വികസനം എന്ന പേരിൽ നടത്തുന്ന ഈ അതിക്രമങ്ങൾ നശിക്കുന്നത് ആ മിണ്ടാപ്രാണികളുടെ വീടാണ്, അവരുടെ ആവാസ വ്യവസ്ഥയാണ്. അതിന് ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വരുന്നത് മനുഷ്യന് തന്നെയായിരിക്കും. പ്രകൃതിയെയും സഹജീവികളെയും സംരക്ഷിക്കുക എന്നത് ഒരു ഓപ്ഷൻ അല്ല, അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഓർക്കുക.